ഗലാത്യർക്ക് എഴുതിയ ലേഖനം ഒന്ന് എടുത്തേ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം എടുത്തേ. 20-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് ഞാൻ ദൂതിലോട്ട് പോവാണ്. 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. പൗലോസ് പറയുക, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഇപ്പം യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചവരോട് ഞാൻ പറയാം, നമ്മളിൽ ജീവിക്കുന്നത് ആരാണ്? ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞേ, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താലത്രേ ഞാൻ ജീവിക്കുന്നത്. പറയാ, ഞാൻ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞു. ഇപ്പൊ എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാ. പക്ഷെ എന്നാൽ ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് എനിക്ക് വേണ്ടി. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ. ഹല്ലേലൂയ. നമ്മൾ ജീവിക്കുന്നത് എങ്ങനെ? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. അടുത്തിരിക്കുന്നതൊക്കെ കൈ കൊടുത്ത് പറ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ജീവിക്കണം. എത്ര പേർ റെഡിയാണ് യേശു ക്രിസ്തുവിലുള്ള? എനിക്ക് വിട്ടിരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് ദൂത് പറയുക, നിന്റെ തടസ്സങ്ങളെല്ലാം ഇന്ന് തന്നെ വഴിമാറും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. ഓ ഹല്ലേലൂയ. നിന്നെ തകർക്കുന്ന എല്ലാ സ്പിരിറ്റും ഇന്നത്തെ ആരാധനയിൽ വഴിമാറും. പൗലോസ് പറയാ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, അവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു കാര്യം പറയാം, നിന്റെ വീടിനകത്ത് അസാധാരണമായ ചില കാര്യങ്ങൾ നടക്കാൻ പോവാ. നീ ഒരാൾ മതി പ്രാർത്ഥിക്കാൻ. നിന്നെ പിന്മാറ്റത്തിൽ കൊണ്ടുപോകാൻ പലരും നോക്കുന്നുണ്ട്. വിട്ടുകൊടുക്കരുത്, പിടിച്ചു നിൽക്കണം വിശ്വാസത്തിൽ. പൗലോസ് പറയാ, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതുമെന്ന് പറഞ്ഞ് അവരെ ഉറപ്പിച്ചു. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, സ്തോത്രം. ഒരിക്കല് 10th സ്റ്റാൻഡേർഡിൽ നിന്ന് +2 കയറിയ ഒരു മകന് പകുതിങ്കൽ വെച്ച് ചൊല്ലിദീനം വന്ന് പഠിത്തം നിർത്തി. ലോറി. പിന്നെ അവന് പഠിക്കാൻ പറ്റിയിട്ടില്ല. വില കൂടിയ ഗുളികകൾ കഴിച്ച് പകലും ഉറക്കം, രാത്രിയിലും ഉറക്കം. ഒരു ദിവസം അവിചാരിതമായിട്ട് ഫേസ്ബുക്കിനകത്തെ ഒരു ഷോർട്ട് മെസ്സേജ് കണ്ട് അവർ പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ ഒരു പ്രയർ സെൻ്ററിൽ വന്നു. അതുവരെ എല്ലാവരും പറഞ്ഞ ഈ രോഗം ഭയങ്കര സീരിയസ് ആണ് എന്നാ. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു, ഒരു സീരിയസും അല്ല. അവൻ്റെ തലയെ കൈവച്ചപ്പോൾ അലറി നിലത്ത് വീണു. അവൻ്റെ ദേഹത്ത് വ്യാപരിച്ച ദുർഭൂതം വിട്ടുപോയി. അന്ന് തൊട്ട് അവൻ്റെ ടാബ്ലറ്റുകൾ മാറ്റി അവൻ സൗഖ്യമാകാനിടയായി തീർന്നു. നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അവരെ ചോദിച്ചു, പാസ്റ്ററെ, ഇനി ഞങ്ങൾ ഇവനെ കൊണ്ട് എന്തോ ചെയ്യാനാ? വിദ്യാഭ്യാസം ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു, വിശ്വസിക്ക്, നിങ്ങളുടെ മകന് വേണ്ടി അത്ഭുതം ചെയ്യും ദൈവം. അവരുടെ വീട് റോഡ് സൈഡിലാ. അവരുടെ വീടിന് മുമ്പിൽ ഗേറ്റ് പൊളിച്ചിട്ടൊരു കട വെച്ചു. ആ കടയ്ക്കകത്തൊരു ചെറിയ ബിസിനസ് തുടങ്ങി. ഇന്ന് അവന് പല ഭാഗത്തായിട്ട് 6 കടകളുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ 10 പൈസയും കൊണ്ട്, ദശാംശം കൊണ്ട് എൻ്റെ അടുക്ക വന്നേച്ച് പറഞ്ഞു, കഴിഞ്ഞ മാസത്തെ ദശാംശമാ പാസ്റ്റർ. ചില ദൂരെ നിന്നാ വന്നേ. ഞാൻ എന്തിനാ? അമ്മ ഈ ദശാംശം തന്നിട്ട് എന്നോട് പറഞ്ഞു, മൂത്ത മോൻ ഗൾഫിലാ, അവന് പോലും ഇത്രയും ദശാംശം കൊടുക്കാൻ പറ്റിയിട്ടില്ല. വിശ്വാസത്തിന്റെ ശക്തിയാ. ഒരു വഴി നിനക്കില്ല, പക്ഷെ വഴി ഉണ്ടായി വരാൻ പോവാ. എന്നോട് ഒരൊറ്റ കാര്യം, ഇന്ന് സ്തോത്ര കാഴ്ച കിട്ടിയാലും വിശ്വാസം പറയണം. ഞാൻ വിശ്വസിക്കുന്നു. പൗലോസ് പറയാ, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ധൈര്യമുണ്ടോ? നിന്റെ ചുറ്റുപാടുകളുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് ചങ്കൂറ്റത്തോടെ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു പറയാൻ ധൈര്യമുണ്ടോ? അവിടെയാണ് ഒരു മനുഷ്യന്റെ വിജയം സംഭവിക്കുന്നത്. എനിക്കെന്തോ ഇനി വചനം കേൾക്കുന്ന ചിലരോടൊക്കെ കർത്താവിൻ്റെ ആത്മാവ് പറയുക, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ തയ്യാറാകുക.
അവിടെ ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോകും. നോക്കിക്ക്, ആ സ്ത്രീ പറയുക, അവൻ്റെ വസ്ത്രമെങ്കിലും ഒന്ന് തൊട്ടാൽ സൗഖ്യമാവും. അവൾ ഒരു പുസ്തകത്തിലെ വാക്യം പഠിച്ചിട്ട് പറഞ്ഞല്ല, അവിടെ അകത്തെ വിശ്വാസമാണ്. അത് ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ സൗഖ്യമാകുമെന്ന് വിശ്വസിക്കണം. ഞാൻ സ്വാമി എനിക്ക് ആർക്കുമില്ലാത്ത വഴി എനിക്ക് തുറക്കുമെന്ന് വിശ്വസിക്കണം. വിശ്വസിക്കുന്നവനിൽ അത്ഭുതം നടക്കാൻ പോവാ. ഞാൻ അവിടെ നിൽക്കാൻ പറ്റത്തില്ല, വളരെ വേഗം മുമ്പോട്ട് പോകാം. അടുത്തിരിക്കുന്ന ആളൊന്ന് കൈ കൊടുത്ത് പറ, ദൈവത്തിന് സ്തോത്രം, വിശ്വസിക്കണമെന്ന് പറ. പൗലോസ് ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്, നല്ലപോർ പൊരുതി ഓട്ടം തികച്ചു. ബാക്കി പറയാ, വിശ്വാസം ഞാൻ കാത്തു. അപ്പൊ വിശ്വാസം എന്ത് ചെയ്യേണ്ടതാ? ചോർന്നു പോകാതെ കാക്കണം. പ്രതിസന്ധി വരുമ്പോൾ വിശ്വാസം പോവുമല്ലാണോ? ആണോ? ചെല്ലു പറയാം, എൻ്റെ പാസ്റ്ററെ ഞാനീ പ്രാർത്ഥിക്കാനൊക്കെ വന്നത് ഒരു പ്രശ്നവും വരത്തില്ലെന്നൊക്കെ വിചാരിച്ച അല്ല. ആ പ്രശ്നത്തിൻ്റെ നടുവിലും വിശ്വസിക്കണം. ദൈവം അത് ചെയ്യാൻ പോവാ. ഞാനൊരു സന്തോഷ വാർത്ത പറയാം. പ്രശ്നം കൊടുമ്പിരി കൊള്ളുമ്പോൾ മനസ്സിൽ പറഞ്ഞോണം, എന്തോ ഭയങ്കര കാര്യം നടക്കാൻ പോവാ. എന്തോ നീ ജനിച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ലാത്തൊരു മഹാത്ഭുതം നിന്റെ കാര്യത്തിൽ നടക്കാൻ പോവാ. സാഹചര്യം കണ്ട് നിരാശപ്പെടരുത്, ധൈര്യം ചോരരുത്. നീ വിശ്വസിക്കുന്ന പോലെ ചില കാര്യം ഇന്നത്തെ പ്രാർത്ഥനയിൽ നടക്കും. ഇവിടെ പൗലോസ് പറയാ, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. രണ്ടാമത് അവരുടെ നടുവിൽ പൗലോസ് പ്രഖ്യാപിക്കുക, എന്നോട് അരുളി ചെയ്ത പോലെ തന്നെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ 276 പേര് 14 ദിവസം പേടിച്ചത് നടക്കത്തില്ല. ഞാൻ ഇന്നലെ കേട്ടത് മാത്രം നടക്കും. ഒരാമയും വരുന്നില്ല. ഈ യോഗത്തിന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? ലോകത്തിനറിയാത്തത് ദൈവം നിനക്ക് പറഞ്ഞു തരും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്, ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക. ചിലർ ചില ദേശം വിടാൻ പോവുക, ചിലർ ചില പട്ടണം വിടാൻ പോവുക, ചിലരെ ദൈവം ഒരു യഹോവത്ത് ഒരുക്കി തരാൻ പോവുക. ചിന്തിക്കാത്ത സ്ഥലത്ത് തമ്പുരാൻ ചിലത് ഒരുക്കാൻ പോവുക. എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറഞ്ഞു, നീ കേട്ടത് അതുപോലെ. അബ്രഹാമിനോട് പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ പിള്ളാരെ തരാം. പക്ഷേ സയൻസ് പറയുന്നു, സ്തോത്രം, ഇനിയും പിള്ളേരുണ്ടാകത്തില്ല. ഏത് വിശ്വസിക്കും? ദൈവം പറഞ്ഞത് വിശ്വസിക്കും. ക്ഷാമം കൊടികുത്തി വാഴുമ്പം പ്രവാചകൻ പറയാ, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിക്കൽ ഒരളവ് നടക്കാൻ പോവാ. എന്ത് വിശ്വസിക്കും? സാഹചര്യമല്ല, ദൈവത്തിൽ നിന്നുള്ളത് വിശ്വസിക്കണം. സഖരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. അവന്റെ ചോദ്യം, ഇതെങ്ങനെ സംഭവിക്കും? ഉത്തരം, അത് സംഭവിക്കുന്നിടം വരെ നീ മിണ്ടണ്ട. കാരണം നിന്റെ വാ കൊള്ളത്തില്ല, നിനക്ക് വിശ്വാസം വരാൻ അറിയത്തില്ല. വിശ്വസിക്കുന്നവൾ വീട്ടിൽ തുള്ളിച്ചാടും. ഒരാമയും വരുന്നില്ല. ഞാൻ ഇന്ന് ദൈവത്തിന്റെ ദൂത് പറയാം. ദൈവത്തിന്റെ ദൂത് വിശ്വസിക്ക്. അവൻ തിരുവായി കൊണ്ട് അരുളി ചെയ്യുകയും ഇന്ന് കാണുന്നത് പോലെ തൃക്കൈ കൊണ്ട് നിവർത്തിക്കുകയും ചെയ്യും. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. പ്രധാന ഭാഗത്തേക്ക് വരിക. പൗലോസ് പറയാ, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. 276 പറയാ, കപ്പൽ മറുകര കണ്ടിട്ടില്ല. അതിന് പറയാ, എന്നോട് അരുളി ചെയ്ത പോലെ തന്നെ. എന്തോ അരുളി ചെയ്തെന്ന് കേൾക്കണം. സ്തോത്രം, ഹല്ലേലൂയ. 27-ാം അധ്യായം എടുത്തേ, 24-ാമത്തെ വാക്യം. പൗലോസേ ഭയപ്പെടരുത്, നീ കൈസറിന്റെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഇതാ കേട്ടെ, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, നിന്റെ കൂടെ ഉള്ള ഒരുവന്റെ തലയിലെ ഒരു മുടി പോലും കൊഴിയത്തില്ല. ഒരാമയും വരുന്നില്ല. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ച് പറയാം, സാഹചര്യമല്ല നടക്കുന്നത്, ദൈവം പറഞ്ഞതേ നടക്കൂ. എത്ര പേരാമയും പറഞ്ഞാട്ട്? സാഹചര്യമല്ല നടക്കുന്നത്, ദൈവം പറഞ്ഞതേ നടക്കൂ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്?
ഇപ്പൊ നീ കണ്ണിൽ കാണുന്നത് ഒന്നും നടക്കത്തില്ല. മുമ്പിൽ ഈശാനമൂലുണ്ട്, നിൽക്കുന്നില്ല. വല്ലാത്ത കാറ്റ്, കൊടുങ്കാറ്റ് അടിക്കുന്നുണ്ട്. പക്ഷേ ആത്മാവ് പറയുന്നു കാറ്റിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇതിന് 276 പേരുടെ തലയിലെ ഒരു മുടി പോലും താഴെ വീഴുകയില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ദൂതല്ല നിൽക്കുന്നെങ്കിലും ഈ കപ്പലിലുള്ള എല്ലാവരുടെ ധൈര്യം ചോർന്നു പോയി. എന്തുവാ ധൈര്യം? ഒരാള് ഈ ദാവീദ് ഒരിക്കൽ പറഞ്ഞു, സങ്കീർത്തനത്തിനകത്താണ് പറഞ്ഞത്, 40-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം വായിച്ചിരിക്കുന്ന നല്ലതാണ്. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു, മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എൻ്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. വൈര് അവ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികം, ഞാൻ ധൈര്യഹീനായി തീർന്നിരിക്കുന്നു. വൈര് സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എൻ്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. അവ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികം, ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു. ദാവീദ് പറയാ, ഞാനിപ്പോ എന്തുവായി? ധൈര്യഹീനനായി. ധൈര്യം എന്ന് പറഞ്ഞാൽ ധൈര്യം ചോർന്നു പോയി. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ, ഈ പിശാചിന്റെ ഏറ്റവും വലിയൊരു തന്ത്രമാണ് നമ്മുടെ ധൈര്യത്തെ എന്ത് ചെയ്യുക? ചോർത്തിക്കളയുക. നിങ്ങൾ നോക്കി, ഏത് വിഷയത്തിനും ധൈര്യപ്പെട്ടാ വിടുതല, അല്ലേ? അത് ആ ധൈര്യം എവിടുന്ന് വരണം? ദൈവത്തിൽ നിന്ന് വരണം. ദാവീദ് മറ്റൊരു സംഗതി, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി. ബാക്കി പറ, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ചിലർക്ക് ചോദിക്കും, ഇവർക്ക് ഈ ധൈര്യം എവിടുന്ന? ഇത് ദൈവത്തിൽ നിന്ന് കിട്ടിയതാ. എവിടെ പോയപ്പോ? പ്രാർത്ഥനാമുറി വെച്ച് കിട്ടിയ ധൈര്യമാ. ഒരാമീൻ പറഞ്ഞാട്ട്, നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാൻ കൊതിച്ചവർ നോക്കി നിൽക്കാൻ നീ ചിരിച്ചോണ്ട് നടക്കുന്നെങ്കിൽ ഓർത്തോണം, അവർക്കില്ലാത്തൊരു ധൈര്യം നിന്റെ അകത്ത് ദൈവത്തിൽ നിന്നുണ്ടായി. ധൈര്യഹീനരായി തീരരുത്. 27-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ ദാവീദ് പറയുക, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ധൈര്യം വേണേ, യഹോവയിൽ പ്രത്യാശ വെക്കണം. യഹോവയെങ്കിൽ പ്രത്യാശ വെക്ക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ യഹോവയെങ്കിൽ പ്രത്യാശ. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ ധൈര്യപ്പെട്ടേ പോകാം. നിന്നെ ധൈര്യഹീനനാക്കാൻ ചിലര് ശ്രമിക്കുന്നു, കഴിവില്ലാത്തവനാക്കാൻ ശ്രമിക്കുന്നു, വീട്ടിൽ കട്ടിലെ കയറി കിടത്താൻ ശ്രമിക്കുന്നു. പക്ഷെ ധൈര്യപ്പെട. എൻ്റെ അടുക്കൽ ഒരാളെ കിട്ടിയാൽ ഞാൻ അയാളെ ആദ്യം ചെയ്യുന്ന ധൈര്യപ്പെടുത്തുക. അല്ല, എന്തുവാ? ധൈര്യപ്പെടുത്തുക. ചിലൊക്കെ കരഞ്ഞോണ്ടാ വരുന്നത്, 5 മിനിറ്റ് ചിരിച്ചോണ്ട് പോവും. എന്താ കാര്യം? അവർ ധൈര്യപ്പെട്ടു. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഈ ദൈവമക്കളോടൊരു ദൂതി ഞാൻ പറയാം. സദൃശവാക്യം 14-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിലുണ്ട്, യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. യഹോവ ഭക്തൻ എന്തോ ഉണ്ട്? ദൃഢധൈര്യം. ഈ പ്രസംഗമെല്ലാം നിന്നെ ധൈര്യപ്പെടുത്താനാ. ദൈവം ഏതൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാലും ആദ്യം ചെയ്യുന്ന ആ വ്യക്തിയെ ധൈര്യപ്പെടുത്തുക. ധൈര്യമില്ലാത്ത ഒരാൾക്ക് ഉപദേശിയായിട്ടിരിക്കാൻ പോലും പറ്റത്തില്ല. ഒരു നല്ല പാസ്റ്ററാകണേ എന്തോ വേണം? ഒരു നല്ല കുടുംബനാഥനാന്നേ എന്തോ വേണം? ഒരുത്തം വീട്ടുമുറ്റത്ത് വന്ന്, ആരോടാ ഈ വീട്ടിലെ നായകൻ എന്ന് പറഞ്ഞപ്പോൾ ഭർത്താവ് ബെഡ്റൂമിൽ കയറി വാതിലടിച്ച് ഭാര്യയോട് എന്ന് പറയാം, ഞാനിവിടെ ഇല്ലെന്ന് പറയാൻ പറയുന്നതാണോ? പറ. കണ്ടില്ലേ? ചില വീട്ടിൽ ചെല്ലുമ്പം അച്ചായന്മാർ മിണ്ടത്തില്ല, അമ്മമാരെ വർത്താനം വന്ന പാസ്റ്റർമാരെല്ലാം കുറ്റം പറയും. അച്ചായൻ മിണ്ടിയില്ലേ, അമ്മമ്മ മിണ്ടായിരിക്കാൻ പറ്റുമോ? പറ. അമ്മാമ്മയുടെ മിണ്ടായിരുന്നാലോ? നിങ്ങൾ പറയുന്നേ, ഉള്ള ന്യായം പറയണ്ടേ? അച്ചാൻ ഭയങ്കര പേടിത്തൊണ്ടല്ല, എന്നാ അമ്മാമ്മയുടെ കേട്ടോ. ഒരു നല്ല ഗ്രഹനാഥന് ധൈര്യം വേണം, ഒരു നല്ല ലീഡർക്ക് ധൈര്യം വേണം, ഒരു നല്ല പാസ്റ്റർക്ക് ധൈര്യം വേണം. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയുക, നിന്റെ ധൈര്യം ചോർത്തുവാൻ സാത്താൻ ശ്രമിക്കുമ്പോൾ ധൈര്യഹീനനാകരുത്. ധൈര്യപ്പെടണം. മോശയുടെ കാലശേഷം യോശുവയെ ദൂതേൽപ്പിക്കുമ്പോൾ ദൈവം പറയുക, ഇസ്രായേലിനെ മിസ്രൈമിൽ കൊണ്ടുവന്നത് മോശയാ, കനാൻ നാട് വിഭജിച്ചു കൊടുക്കണം. ദൈവം പറഞ്ഞ കേട്ടോ, നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കും. ദൈവത്തിന് വേണ്ടത് ഒരു കാറ്റടിക്കുമ്പം അങ്ങോട്ട് മറിയുന്ന വിശ്വാസിയും, ആരാണ്ട് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് പറയുന്ന വിശ്വാസിയും, തൊട്ടാവാടി വിശ്വാസി ഒന്നും ദൈവത്തിന് വേണ്ട.
ദൈവത്തിന് വേണ്ടത് ധൈര്യശാലികളെയാ. എലിയ പറയാൻ ഞാൻ ഒറ്റയ്ക്കേ വിടുള്ളൂ. 850 കള്ളപ്രവാചകന്മാർ അഗ്നിദേവനെ ഇറക്കിക്കോ, പക്ഷെ ഞാനിവിടെ നിൽക്കുന്ന കാലത്തോളം ഒരഗ്നിദേവനും വരികയില്ല. ഓ ഹല്ലേലൂയ. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ ധൈര്യപ്പെട്ടേ പോകാവൂ. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് മെലിത്ത ചെന്നപ്പോൾ ഒരു പാമ്പ് ഇങ്ങനെ ചീറ്റിക്കൊണ്ട് വരിക. പൗലോസ് പറഞ്ഞു, എൻ്റെ ദൈവമേ സ്തോത്രം സ്തോത്രം, പാമ്പ് വരുമെന്ന് വിചാരിച്ചല്ല ഞാൻ ചെറുതോടേക്ക് ഇറങ്ങിയേ എന്നൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞോ? കൈയൊക്കെ പൗലോസ്, അയ്യോ എല്ലാവരും പ്രാർത്ഥിച്ചോ. പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ, എമർജൻസി പ്രയർ, പൗലോസ് എന്ന അപ്പോസ്തലനെ പാമ്പ് കടിച്ചിരിക്കുന്നു. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ധൈര്യമില്ല, ഇതിനൊന്നും ഇറങ്ങരുത്. മിണ്ടുന്നില്ല. നിനക്ക് വാഗ്ദത്തം തന്നു, മരണകരമായ യാതൊന്ന് കഴിച്ചാലും കടിച്ചാലും കുടിച്ചാലും ഹാനി വരികയില്ല. നല്ല രാമയും പറഞ്ഞാണ്, ധൈര്യപ്പെട്ടോണം, ധൈര്യപ്പെട്ടോണം. ഒരു ആമയും വരുന്നില്ല. നീ എൻ്റെ വേലയ്ക്ക് ഇറക്കുമ്പോൾ 2 ചെരുപ്പ് 2 പൊക്കോണം ആമി ഉടുപ്പ് ഒന്നും വേണ്ട, എല്ലാം ഞാൻ കരുതാം. ധൈര്യം വേണം, ദൈവം അത് കരുതും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ദൈവാത്മാവ് ദൂത് പറയാ, ധൈര്യഹീനരാകരുത്. പൗലോസിന്റെ കയ്യെ പാമ്പ് കയറി ചുറ്റിയപ്പോൾ മറ്റേ കയ്യെ പിടിച്ചോണ്ട് പ്രാർത്ഥീര്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ഈ വിഷം പോവും എന്നൊന്നുമല്ല. ആണോ? ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഭയങ്കര പോരാട്ട. പാസ്റ്റേ പ്രാർത്ഥീര്, പ്രാർത്ഥിച്ച് കുറച്ച് ഉപ്പ് താ പാസ്റ്റേ, പ്രാർത്ഥിച്ച് കുറച്ച് വെള്ളം താ പാസ്റ്റേ, പ്രാർത്ഥിച്ച് കുറച്ച് എണ്ണ താ പാസ്റ്റേ എന്ന് പറഞ്ഞുകൊണ്ട് 1 ലോറി ഉപ്പുമായിട്ട് വരുന്നത്. പണ്ടൊരാളോട് അദ്ദേഹം ഒരു കൃഷിക്കാരനാണ്. ഇവിടെ കൃഷി നന്നാവുന്നില്ലെന്ന് പറഞ്ഞ് എൻ്റെ അടുക്ക വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലെ കിച്ചണിൽ പോയി ഒരു 2 സ്പൂൺ ഉപ്പ് എടുത്തേച്ച് പറഞ്ഞു, ഇത് കൃഷി സ്ഥലത്ത് കൊണ്ടിട്ട് അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞു. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു പെട്ടിയോട്ടം നിറച്ച് ഉപ്പ് ഞങ്ങളുടെ വീട്ടിൽ വന്നേക്കുന്നു. ഞാൻ ചോദിച്ചു, എന്നാ? പ്രാർത്ഥിച്ച് മൊത്തം ആ ഇട്ടടം മൊത്തം നന്മയാണ്, അതുകൊണ്ട് മൊത്തം എടുത്തോ ഉപ്പിടാൻ. പിന്നെ പെട്ടിയോട്ടയൊക്കെ ഉപ്പ് പ്രാർത്ഥിക്കുന്നില്ലേ എൻ്റെ ജോലി. ഇങ്ങോട്ട് നോക്കേ, ഇവിടുത്തെ കാര്യം എന്താണെന്നറിയാം? ഒരു നിയോഗപ്രകാരം ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇടമിണ്ടുന്നില്ല. പോട്ടെ, ഞാൻ ആ ഭാഗം ഒന്നും പറഞ്ഞ് വിഷമിപ്പിക്കുന്നു. ഞാൻ ദൂതിലോട്ട് വരുവാ. സ്തോത്രം. ഞാൻ നിങ്ങളോട് ചോദിക്കാം, ധൈര്യപ്പെടണം. നിങ്ങളുടെ ധൈര്യം ചോർന്ന് പോകരുത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ നിങ്ങളുടെ ധൈര്യം എന്ത് ചെയ്യരുത്? സാത്താൻ്റെ വലിയ പരിപാടിയാണ് നിങ്ങളെ ധൈര്യഹീനനാക്കി തീർക്കുക. അല്ല, ധൈര്യപ്പെടണം. ഇന്നിവിടുന്ന് പോകുന്നവരെ ധൈര്യപ്പെടണം. നിന്റെ ലൈഫിൽ എന്തോ വലിയ കാര്യം നടക്കാനുണ്ട്. ഒന്ന് ധൈര്യപ്പെട്. രോഗത്തെ ചെറുതായിട്ട് കാണ്, യേശുവിനെ വലുതായിട്ട് കാണ്. സ്തോത്രം. യഹോവ ഭക്തൻ എന്തുണ്ട്? ദൃഢധൈര്യം. ഇനി ധൈര്യം ചോർന്നു പോകുന്നത് എങ്ങനെയാണെന്നറിയോ? സ്തോത്രം. ധൈര്യം ചോർന്നു പോകുന്നവർ കൈവെക്കാനൊക്കെ പറഞ്ഞ് ഇവിടെ മൊത്തം കൈയും പൊക്കുന്നതുകൊണ്ട് ഞാൻ ചോദിപ്പിക്കുന്നില്ല. ഈ ധൈര്യം ചോർന്നു പോകുന്നത് സദൃശവാക്യം എടുത്തേ, 15-ാമത്തെ എടുത്തേ, 13-ാമത്തെ വാക്യം. അതിൻ്റെ ഒടുവിലത്തെ ഭാഗം വായിച്ചാലും മതി. ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു. വ്യസനം എന്ന് പറഞ്ഞാൽ എന്തുവാ? ദുഃഖം. ഹൃദയത്തിൽ ദുഃഖം കൊണ്ട് നടന്ന ധൈര്യം തന്നെ എന്ത് ചെയ്യും? അടുത്തിരിക്കുന്ന ചോദിച്ചാൽ ഹൃദയത്തിൽ ദുഃഖം ഉണ്ടോ എന്ന് ചോദിച്ചേ. പുറകെ ചോദിക്കുന്നില്ല. അടുത്തിരിക്കുന്ന ഹൃദയത്തിൽ ദുഃഖമുണ്ടോ? എന്നാൽ ധൈര്യം ക്ഷയിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഹൃദയത്തിൽ എന്ത് കൊണ്ടു നടക്കാൻ പാടില്ല? ദുഃഖം. ചില യോഗത്തിന് പോലും എഴുതുന്നത് ചിരിക്കത്തില്ല. എൻ്റെ ബ്രദറെ, ഉരുകിയാ ജീവിക്കുന്നത്. എന്നിട്ട് ഒരു ഉരുക്കം കാണുന്നില്ലല്ലോ. തൂക്കം 5 കിലോ കൂടുക, ഉരുവാന്നാ പറയുന്നത്. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ ഞാൻ ദൂതിലോട്ട് വരിക. എൻ്റെ ബ്രദറെ, ഭയങ്കര ടെൻഷനാണ്ട് ഇന്നലെ അങ്ങ് ഉറങ്ങിപ്പോയെന്ന്. എന്നോടൊരാൾ പറയാം, ഭയങ്കര ടെൻഷൻ കൂടി ഉറങ്ങുമോ? മൈൻഡ് ഓഫ് ആകത്തില്ല. ചുമ്മാ അങ്ങ് ഒരു ടെൻഷൻ കൊണ്ട് അങ്ങ് ഉറങ്ങിപ്പോയി. രാവിലെ 7 മണിക്കാണ് എഴുന്നേറ്റേന്ന്. ടെൻഷനുള്ളവൻ ഉറങ്ങാനായിട്ട് പഞ്ചായത്ത് മൊത്തം നടക്കുക, എന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. അപ്പം അവിടെ എഴുതിയിരിക്കുക, സ്തോത്രം, ഹൃദയത്തിലെ വ്യസനം കൊണ്ട് ധൈര്യം ക്ഷയിച്ചു പോകും. ഹൃദയത്തിലെ ദുഃഖം. ആരെങ്കിലുമൊക്കെ ദുഃഖം മനസ്സിലിട്ട് ആലോചിക്കുന്നവരുണ്ടെങ്കിൽ, ഈ നമുക്ക് തന്നെ കൃപയിൽ ഏറ്റവും വലിയ കൃപ എന്താണെന്നറിയോ? മറക്കാനുള്ള കൃപ. എന്തുവാ? ഈ ഞാനൊരു എന്നെയൊക്കെ ചില ആൾക്കാരൊക്കെ ചിലത് പറഞ്ഞു ഒന്നും എൻ്റെ ഓർമ്മയെ പോലും ഇല്ല. മിണ്ടുന്നില്ല. പക്ഷെ ചിലർക്ക് ഈ 1-ാം ക്ലാസ്സിലെ കല്ലുമുട്ടായി പറക്കിയ കാലത്തും അപ്പുറത്തെ ഇന്ദു എൻ്റെ 3 കല്ലുമുട്ടായി കൊണ്ടുപോയി, സ്വതന്ത്രം ഇന്നും ഞാൻ മറന്നിട്ടില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്.
എനിക്കൊന്ന് 19 വയസ്സുള്ള ഒരു അപ്പച്ചൻ എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്ന് ഒരിക്കലും പറഞ്ഞു, 10ാം ക്ലാസ്സിൽ തോറ്റപ്പോൾ തുടങ്ങിയ പോരാട്ടമാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ഛ, അടുത്ത അച്ഛ ചാകാനിരിക്കുന്ന അച്ഛൻ ഈ പോരാട്ടത്തെ വിടുന്നില്ലല്ലോ. പൗലോസിനെ പാമ്പ് കൊത്തിയെന്നെ പൗലോസ് ആ പാമ്പിനെ ഒന്ന് കുടഞ്ഞതേ ഉള്ളൂ, അല്ലാതെ 10 കൊല്ലം പാമ്പേ, മാറുപാമ്പേ, പാമ്പേ, പൈശാചേ എന്ന് പറഞ്ഞ് 10 കൊല്ലം നിന്നില്ല. പിടികിട്ടിയോ? ധൈര്യപ്പെടുക. കപ്പല് പോയി, ധൈര്യപ്പെടുക. പൗലോസ് പറയാ, എന്നെ ഇവിടെ എന്തോ നന്മ കിടപ്പുണ്ട്. ഇന്ന് മകൾ പാമ്പല്ല വിഷയം, അതിനപ്പുറത്ത് നീ കാണാത്ത എന്തോ ഒരു നന്മ കിടപ്പുണ്ട്. യഹോവ ഭക്തന് ദൃഢധൈര്യം. ധൈര്യപ്പെട. അടുത്തിരിക്കുന്ന ആൾ കൈ കൊടുത്തു, ഒന്ന് ധൈര്യപ്പെടാൻ പറ. എല്ലാം നടക്കും, എല്ലാം നടക്കുമെന്നേ. ചില ആൾക്കാരൊക്കെ വന്നിട്ട് പറയോ, പാസ്റ്ററെ കുറേ നാളോട് നടക്കും. ഒന്നും നടക്കുന്നില്ല, പണം മിണ്ടുന്നില്ല. ഞാൻ ഇപ്പോഴും പറയും നടക്കും. ഞാൻ ചാകുന്നതിന് 5 മിനിറ്റ് മുമ്പേ അവരെ പറയും നടക്കുമെന്ന്. എനിക്ക് നടക്കത്തില്ലെന്ന് പറയാൻ അറിയത്തില്ല, എൻ്റെ പുസ്തകത്തിൽ അതില്ല. എല്ലാം നടക്കും, എല്ലാം നടക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എനിക്കെന്തോ ദൈവാത്മാവ്, യഹോവ ഭക്തൻ എന്തോ ഉണ്ട്, ദൃഢധൈര്യം. എല്ലാവരും കൂടെ പറഞ്ഞു, എന്തുവാ ദൃഢധൈര്യം? എന്തുവാ? എല്ലാവരും പറയുന്നില്ലല്ലോ, സൗണ്ട് കുറവാന്നല്ലോ. യഹോവ ഭക്തൻ എന്തോ ഉണ്ട്, ഉറക്കപ്പറ. ദൃഢധൈര്യം എന്ന് പറഞ്ഞാൽ നീ തോക്കത്തില്ലെന്നുള്ള ധൈര്യം, വിജയിക്കുമെന്നുള്ള ധൈര്യം, അത്ഭുതം കാണുമെന്നുള്ള ധൈര്യം. അപ്പൊ ഹൃദയത്തിൽ ദുഃഖം കൊണ്ട് നടന്നാൽ എന്തോ ചെയ്യും? ധൈര്യം ഇങ്ങനെ ക്ഷയിച്ചു പോകും. എപ്പോഴും ഇങ്ങനെ കരഞ്ഞു നടക്കുക. അച്ഛാ അത്ഭുതം നടക്കും. ഓ അത്ഭുതം, ധൈര്യം പോയി. എന്നാ ഹൃദയ സന്തോഷമൊക്കെ ഉണ്ട്, അത്ഭുതം നടക്കും. ആമേൻ, എനിക്ക് വേണ്ടി കർത്താവ് വധിച്ചേ. അതിനാ ഈ ഹൃദയത്തിലെ ദുഃഖം കളയണം. ഇനി അടുത്തൊരു കാര്യം കൂടെ കേട്ടോ. നെഹമ്യാവിൻ്റെ പുസ്തകം ഒന്ന് എടുത്തേ, 6-ാം അധ്യായം എടുത്തേ, 9-ാമത്തെ വാക്യം. വേല നടക്കാതെ വണ്ണം അവരുടെ ധൈര്യം ക്ഷയിച്ചു പോകണമെന്ന് പറഞ്ഞ് അവരൊക്കെ ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ നോക്കി. 2-ാമത്തെ കാര്യമാണ്, ഭയം അകത്ത് കയറിയാൽ ധൈര്യം ക്ഷയിച്ചു. ഞങ്ങൾ പണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ഒരു പട്ടാളക്കാരൻ അച്ചാനുണ്ട്. അച്ചാനും ഞങ്ങളും കൂടെ ക്രിസ്മസ് കരോളിന് പോയി. ഈ വീടുകളെല്ലാം കയറി ഇറങ്ങി പാട്ടുപാടി പിരിക്കാനായിട്ട്. എൻ്റെ ചെറുപ്രായത്തിലാണ് കേട്ടോ. അപ്പം രാത്രി 2:30 ഈ ക്രിസ്മസ് കരോളെല്ലാം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇനി എല്ലാവരും വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ഏറിയാലോട്ട് ഞാനും അച്ഛനേ ഉള്ളൂ. അച്ഛൻ പട്ടാളക്കാരനാണേ. ഇത്രയും നിന്നൊരു ടോർച്ചുണ്ട്. അച്ഛൻ ടോർച്ച് അടിക്കുന്നത് ഇങ്ങനെയാ, ഒരു കയ്യെ പിടിച്ചോണ്ട് എന്നെയും കറങ്ങുക. ഞാൻ പറഞ്ഞു, എന്നെ പൊന്നച്ഛ എന്നെ വിട്. അല്ല ബ്രദറെ, മോനെ വെല്ലൂരും ഉണ്ടോ ഇങ്ങനെ കറങ്ങി ആ പുള്ളിയുടെ കൂടെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഊപ്പാട് തീർന്നു. 2 മണിക്ക് തിരിച്ച് 2:30 വീട്ടിൽ പറയണ്ട, ഞങ്ങൾ 3:30 വരെ. പുള്ളി കറങ്ങിയില്ല, അടിക്കില്ല ഇങ്ങനെ. ഇവനെ എങ്ങനെ പട്ടാളത്തിൽ എടുത്തെന്നുള്ളതാ മിണ്ടുന്നില്ല. ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് കോളിമ്പല്ലടിച്ച് അവിടുത്തെ അമ്മാമ്മ ഇറങ്ങും. ഞാൻ കൈ ഉപ്പിച്ച് പറഞ്ഞു, ഈ അച്ഛൻ്റെ കൂടെ ജീവിക്കുന്നതിന് ഒരു പ്രത്യേക അവാർഡ് ആൻറ്റിക്ക് എന്നേലും ഞാൻ തരും. അതെന്നാ? പുള്ളി കറങ്ങി അടിച്ച 30 മിനിറ്റ് കൊണ്ട് വരണ്ട എന്നെ 1.5 മണിക്കൂറുണ്ട് ഇവിടെ എത്തിച്ച്. പുള്ളി ചിരിച്ചോണ്ട് പറയാം, മോനെ നീ ഇത്രയെല്ലാം അനുഭവിച്ചല്ലോ, ഞാൻ എത്ര നാളുകൊണ്ട് അനുഭവിക്കുക. ധൈര്യം പോയാൽ ഭയങ്കര പ്രശ്നമാണ്. ചിലരുടെ 10 പൈസയില്ല, പക്ഷെ ഭയങ്കര ധൈര്യ. ചിലർക്ക് ഈ ദാവീദിന്റെയൊക്കെ ധൈര്യം കണ്ടോ, 39 ദിവസം വെല്ലുവിളിച്ച് പടക്കളത്തെ വിറപ്പിച്ച മല്ലൻ്റെ ദിക്കിലോട്ട് ഇറങ്ങി ചെന്ന് പറയാം, പേടിക്ക് വേണ്ട, അവൻ്റെ കാര്യം. നമ്മൾ ഒരു വാക്യം വായിക്കണം. ശമൂവേൽ പുസ്തകത്തിൽ ഒരു വാക്യം വായിക്കണം. ഞാൻ അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചതല്ല, എന്നാലും ഒരു വാക്യം അതിനൊന്ന് ബന്ധപ്പെട്ടൊന്ന് വായിക്കണം. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 32-ാമത്തെ വാക്യം. ദാവീദ് ശൗലിനോട്, ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടരുത്. സൗൽ രാജാവിനോട് ദാവീദ് പറയുക, ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടണ്ട, നിങ്ങൾ ആരും അധൈര്യപ്പെടണ്ട. അടിയൻ ചെന്ന് ഈ കാര്യം ഞാൻ ഏറ്റു. ധൈര്യം കണ്ടു.
39 ദിവസമായിട്ട് ഇസ്രായേലിനെ ഇങ്ങനെ വിറപ്പിക്കുന്ന പുള്ളിയുടെ ഒരു കൊച്ചി ഇറക്കാൻ വേണ്ടേ, ഇവന്റെ കാര്യത്തിൽ അധൈര്യപ്പെടണ്ട, ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26 അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളാണ് നമ്മൾ വായിച്ച് കേൾക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26 അധ്യായത്തിൻ്റെ 3-ാമത്തെയും 4-ാമത്തെയും വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. വളരെ പരിചിതമായ വാക്യങ്ങളാണ്, വായിച്ച് കേൾക്കാം. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പി. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ മെസ്സേജ് ഇന്നിവിടെ പറയാനായിട്ട് കാരണം, എന്നോട് പ്രാർത്ഥനാമുറികൾ ദൈവം ഒരു കാര്യം സംസാരിച്ചു. ചിലരെ പൂർണ്ണ സമാധാനത്തിൽ ദൈവം കാക്കാൻ പോകുകയാണ്. സ്തോത്രം. നമ്മളെ ടെൻഷനാക്കുക, സമാധാനം എടുത്തു കളയുക, മനസ്സിന് ചഞ്ചലമുണ്ടാക്കുക, ഇതൊക്കെ മനുഷ്യരും പിശാച് ചേർന്ന് ചെയ്യുമ്പം കർത്താവ് നിങ്ങളോട് പറയുക, ഈ ദിവസങ്ങളിൽ ചില വിഷയത്തിൽ പൂർണ്ണ സമാധാനം നിനക്ക് കർത്താവ് തരാൻ പോകുകയാണ്. ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ടൊരു ശബ്ദമാണ്. നിങ്ങൾ പല വീടുകളിൽ പാർക്കുന്നവരാണ്, പല സ്ഥലത്ത് ജോലി ചെയ്യുന്നവരാണ്, പല ബിസിനസ്സുകൾ ചെയ്യുന്നവരാണ്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ചില വിഷയത്തിൽ അല്പ ദിവസമായി നിങ്ങൾ ഭയങ്കര അസ്വസ്ഥരാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ലോകം തരാത്ത ഒരു ദിവ്യ സമാധാനം ഹല്ലേലൂയ നിങ്ങൾക്ക് തരാനായിട്ട് പോകുകയാണ്. ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുക, നിനക്ക് ചില വിഷയത്തിൽ പൂർണ്ണ സമാധാനം എൻ്റെ കർത്താവ് തരാൻ പോകുകയാണ്. ഇവിടെ പ്രവാചകനായ യെശയ്യാവ് പ്രവചിക്കുന്ന ഒരു പ്രവചന ഭാഗമാണ്. ഞാൻ ഈ വചനത്തിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു ദൂത് പറയാം. നിൻ്റെ സമാധാനം കെടുത്തുന്ന ദുഷ്ടൻ്റെ പ്രവൃത്തി എവിടെയുണ്ടോ ആ പ്രവൃത്തി ഇന്ന് ഈ വചനം പറയുമ്പോൾ തന്നെ നിൻ്റെ വീട്ടിൽ ഫ്രീസാവും, പിന്നെ അത് വർക്ക് ചെയ്യത്തില്ല. ദൈവത്തിൻ്റെ സമാധാനം, പൂർണ്ണ സമാധാനം നിൻ്റെ പേഴ്സണൽ ലൈഫിൽ, നിൻ്റെ ഫാമിലി ലൈഫിൽ, നിൻ്റെ ജോലി സ്ഥലത്ത് ഒരു പൂർണ്ണ സമാധാനം. അതെന്താന്നൊക്കെയാണ് ഇന്ന് പ്രസംഗിക്കുവാനായിട്ട് പോകുന്നത്. നല്ല ചൂടുണ്ട്. ഇത് എനിക്ക് ചൂട് വിഷയമല്ല, കാരണം ഞാൻ അതിനെക്കാട്ടി ചൂടാണ് പ്രസംഗത്തിൽ അനുഭവിക്കുന്നത്. ആ തീയും ഈ തീയും കൂടാകുമ്പോൾ ഒക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇവിടെ പ്രവാചകൻ പ്രവചിക്കുക, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം. സ്ഥിരമാനസൻ എന്ന് പറഞ്ഞാൽ സ്ഥിരതയുള്ള മനസ്സുള്ളവൻ. എന്തുവാ? സ്ഥിരതയുള്ള മനസ്സുള്ളവൻ. ചിലരെ സംബന്ധിച്ച് എല്ലാം ഉണ്ടെങ്കിലും അവർക്ക് സ്ഥിരതയില്ല. സ്തോത്രം. സ്ഥിരത എന്ന് പറഞ്ഞാൽ ദൈവത്തിലൊരു സ്ഥിരതയില്ല. സ്തോത്രം. 51 സങ്കീർത്തനം സങ്കീർത്തനക്കാരൻ ചമയ്ക്കുമ്പം 10ാമത്തെ വാക്യത്തിൽ എഴുതി, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച്, ബാക്കി പറ, സ്ഥിരമായ ഒരു ആത്മാവിനെ. വല്ലപ്പോഴും വന്നു പോകുന്ന ആത്മാവല്ല, ഒരു സ്ഥിരതയുള്ള ആത്മാവ്. സ്തോത്രം. ആരെല്ലാം എന്തെല്ലാം പ്രതിസന്ധികൾ കൊണ്ടുവന്നാലും നീ സ്ഥിരതയോടെ നിൽക്കണം. നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ. എത്ര പേർക്ക് അത് മനസ്സിലാകും? യാക്കോബ് അപ്പോസ്തലൻ തൻ്റെ ലേഖനം എഴുതിയപ്പം 5-ാം അധ്യായത്തിൻ്റെ 8ാമത്തെ വാക്യത്തിൽ യാക്കോബ് ഒരു കാര്യം പറഞ്ഞു, നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവീൻ. ഒന്ന് എടുത്തെങ്കിൽ വായിക്കാവോ? നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പീൻ, നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പീൻ, ദീർഘക്ഷമയോടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവീൻ. കർത്താവിന്റെ പ്രത്യക്ഷത നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവീൻ, സ്ഥിരമാക്കുവീൻ. കർത്താവിന്റെ പ്രത്യക്ഷത ബൈബിളിൽ വായിക്കുക, ഇരു മനസ്സുള്ളവൻ തൻ്റെ വഴികളിലെല്ലാം അസ്ഥിരനാണ്. 2 വള്ളത്തെ കാല് വെക്കരുത്. വിശ്വാസമുണ്ട് അവിശ്വാസമുണ്ടെന്ന് പറയരുത്. വിശ്വാസമെങ്കിൽ വിശ്വാസം. നെഗറ്റീവായിട്ട് എന്തു വന്നാലും പറയണം, എൻ്റെ വിശ്വാസത്തിന് മുമ്പിൽ ആ പ്രശ്നം തോറ്റുപോകും. ചില പ്രശ്നമൊക്കെ നമുക്ക് തരുന്ന തകർക്കാനൊന്നുമല്ല, നമ്മളെ ആ പ്രശ്നത്തിന് നടുവിൽ നിർത്താൻ ദൈവത്തിന് കഴിവുണ്ടെന്ന് കാണിക്കാനാണ്. സ്തോത്രം. ആർക്കും ഇല്ലാത്ത പ്രശ്നം നിനക്ക് വരുന്ന ഓർത്തോണം. നിന്നെ മറന്നിട്ടൊന്നുമല്ല, അല്ല അല്ല, മറിച്ച് നിന്റെ പ്രശ്നം ദൈവത്തിന് പരിഹരിച്ച് തരാൻ കഴിയുമെന്ന്
നിന്നിലൂടെ ദൈവം തെളിയിക്കാൻ വേണ്ടിയാ. ആരൊക്കെയോ ചില പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്നുണ്ട്, ഇനിയും ചിലത് ഫേസ് ചെയ്യാൻ പോകുന്നുണ്ട്. അവിടെയും നിനക്ക് നിൽക്കാനുള്ള കൃപ ദൈവം തരും. ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. അവൻ നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പീൻ. നിങ്ങൾ ദീർഘക്ഷമയോടിരിപ്പീൻ. എങ്ങനെ ദീർഘക്ഷമയോടിരിക്കണം? 7-ാം വാക്യം. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പീൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പീൻ. ദൈവം ഒരു കൊയ്ത്ത് നിലത്തെ ഉപമയായിട്ട് യാക്കോബ് അപ്പോസ്തലൻ എഴുതുക. ഒരു കൊയ്ത്തുകാരൻ പിന്മഴയും മുൻമഴയും കൃഷിക്ക് വേണ്ടി കൊതിച്ച് അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്ന പോലെ നിങ്ങൾ കർത്താവിൻ്റെ വരവിനെ ദീർഘക്ഷമയോടെ കാത്തിരിപ്പീൻ. നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ ഞാൻ ഈ മെസ്സേജ് എടുക്കുമ്പോഴും ദൈവാത്മാവ് പറയുക, ചില കാത്തിരിപ്പിൻ്റെ റിസൾട്ട് ഉടനെ നിങ്ങൾക്കുണ്ട്. സ്ഥിരതയോടിരിക്കുക, ദീർഘക്ഷമയോടിരിക്കുക, സ്ഥിരതയോടെ ഇരിക്കുക. കർത്താവിൻ്റെ പ്രത്യക്ഷത അടുത്തിരിക്കുന്നു. യോബ് വലിയ പ്രതിസന്ധിയിലെത്തി. എല്ലാം നഷ്ടമായി. യോബിന് സമ്പത്ത് നഷ്ടപ്പെട്ടു, പിള്ളാരെ നഷ്ടപ്പെട്ടു, കുടുംബം നഷ്ടപ്പെട്ടു. ഈ ചെറുത ജീവിതത്തിൽ നഷ്ടം മാത്രമേ ഉള്ളൂ. എന്നാൽ നഷ്ടമൊക്കെ മാറാൻ പോവാ. ഞാൻ ഈ വചനം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ആത്മാവിൽ കാണാം ചില നഷ്ടങ്ങളൊക്കെ ചിലരുടെ മുമ്പിൽ നിന്ന് മാറാൻ പോവുക. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഭയങ്കര കാര്യങ്ങൾ ചെയ്യാൻ പോവുക. എത്ര പേര് അതിന് ആമയും പറയാൻ പറ്റും? നഷ്ടങ്ങളുടെ നടുവിൽ ഇയ്യോബ് നിൽക്കുമ്പം ഇയ്യോബിൻ്റെ ഒരു സ്നേഹിതൻ നിന്ന് ഇയ്യോബിനോട് ദൂത് പറയുന്ന കാര്യം യോബിൻ്റെ പുസ്തകത്തിലുണ്ട്. 11-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യമാണ്. സ്തോത്രം. നയമാത്യനായ സോഫർ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കിലേക്ക് കൈമലർത്തുമ്പോൾ യോബേ, നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി. നിന്റെ സമ്പത്തിനെ ഒഴുക്കുന്ന വെള്ളം വന്നാലും, നിന്റെ പിള്ളാരുടെ ജീവനെ കൊണ്ടുപോകുന്ന കാറ്റ് വന്നാലും, നിന്റെ അനുഗ്രഹത്തെ കത്തിക്കുന്ന തീ വന്നാലും ഹൃദയം സ്ഥിരമാക്കിക്കോളും. കാരണം അവിടെ ഒരു അത്ഭുതം നടക്കാൻ പോവാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ. ഏതൊക്കെയോ മനസ്സുകൾക്കകത്ത് ശത്രു അസ്വസ്ഥത കടത്തി വിട്ടിട്ട് മാറിയിരുന്ന് ചിരിക്കുന്നുണ്ട്. ഇന്ന് നിന്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ആ മേഖലയിൽ ഒരു വിടുതൽ നടന്നിട്ട് ഒരു പൂർണ്ണ സമാധാനം. തിരിച്ചറിഞ്ഞു ദൈവത്തിന് സ്തോത്രം ചെയ്യുക. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് ഒരു പൂർണ്ണ സമാധാനം. എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയും, ചില വീടുകൾക്കകത്ത് ചിലർക്ക് രാത്രി ഉറങ്ങാൻ കിടക്കുന്നു, സമാധാനമില്ല. പക്ഷെ ദൈവാത്മാവ് ഇന്ന് പറയുന്നു, നിനക്കൊരു പൂർണ്ണ സ്തോത്രം. സ്തോത്രം. നിങ്ങളെ മനസ്സിനകത്തൊന്ന് സ്വപ്നം കണ്ട ഒരു പൂർണ്ണ സമാധാനം. യോബിന്റെ സ്നേഹത്തിന് യോബിനോട് ചെന്ന് പറയുക, യോബേ, നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കിലേക്ക് കൈമലർത്തുമ്പോൾ നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക. നിന്റെ കയ്യിൽ ദ്രോഹം ഉണ്ടെങ്കിൽ അതിനെ അകറ്റുക. കൈ ഉയർത്തുന്നേക്കാൾ നല്ലതാ, പക്ഷെ ദ്രോഹം ഉണ്ട് അകറ്റണം. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത്. നിന്റെ വീട്ടിൽ നീതികേട് പാർക്കരുത്. അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖമുയർത്തും. നീ കളങ്കം കൂടാതെ മുഖമുയർത്തും. നീ ഉറച്ചു നിൽക്കും. നീ ഉറച്ചു നിൽക്കും. ഭയപ്പെടുകയില്ല. നീ പേടിക്കത്തില്ല. അതേ നീ കഷ്ടത മറക്കും. അതേ നീ കഷ്ടത മറക്കും. ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. ഒഴുകിപ്പോയ വെള്ളം. ഇനി താഴോട്ട് നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചു. ഹൃദയത്തെ സ്ഥിരമാക്കണം. സ്തോത്രം. ആരേലുമൊക്കെ ചഞ്ചലിപ്പിക്കാൻ നോക്കിയാൽ ചഞ്ചലിക്കരുത്. ഉറപ്പുള്ള ഹൃദയം, സ്ഥിരതയുള്ള ഹൃദയം. കൊലോസ്യർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പം കൊലോസിലെ വിശുദ്ധന്മാരോട് പൗലോസ് പറയുക, 2-ാം അധ്യായം എടുത്തേ, 5-ാമത്തെ വാക്യം എടുത്തേ. ഹല്ലേലൂയ. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോടുകൂടി ഉള്ളവനായി. പൗലോസ് പറയാ, ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോടുകൂടെ കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ
ക്രിസ്തുവിലുള്ള നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. കണ്ട് ഞാൻ സന്തോഷിക്കുന്നു. കേട്ടോ, ചിലരുടെ വിശ്വാസത്തിന്റെ സ്ഥിരത കണ്ട്. അടുത്ത വാക്യം കൂടെ വായിച്ചു. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ. അവരോട് നിങ്ങളുടെ സ്ഥിരത. കൊലോസ്യ സഭയോട് പറയുകയാണ്, ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി അവനിൽ വേരൂന്നി ആത്മീക വർധന പ്രാപിച്ചു. നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പി. അവിടെ എല്ലാം നമുക്കൊരു സ്ഥിരത വേണം. പെട്ടെന്ന് അങ്ങോട്ട് പോകാം. പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതിയപ്പം, സ്തോത്രം, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന വണ്ണം ആരെ വിഴുങ്ങണമെന്ന് കരുതി ചുറ്റി നടക്കുകയാണ്. 1 പത്രോസ് 5:9. സ്തോത്രം. അതിന്റെ ഒടുവിലത്തെ ഭാഗത്ത് സ്തോത്രം, വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. സാത്താനോട് എതിർക്കേണ്ടത് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിട്ട് വേണം. ഒരാമയും പറഞ്ഞാട്ട്. ഇന്ന് സാത്താനെ ശാസിച്ചു, നാളെ സാത്താൻ നമ്മുടെ വീട്ടിൽ കൊണ്ട് വീട് പണിയരുത്. വിശ്വാസത്തിൽ എന്തോ വേണം? സ്ഥിരത. അങ്ങനെ എതിർത്താലേ അവന് നിങ്ങളെ വിട്ടുപോകത്തു. അപ്പം ഒരു ദൈവപൈതലിന് വേണ്ടത് സ്ഥിരതയാണ്. സ്ഥിരമാനസൻ. ഒരു ഒറ്റ വാക്യം കൂടെ വായിച്ചു പോരാം. എഫെസ്യ ലേഖനം എടുത്ത് 6-ാം അധ്യായം എടുത്ത് 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. എഫെസ്യൻസ് ചാപ്റ്റർ 6:18. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കണം. പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കണം. ആദ്യം എഴുതി വിശ്വാസത്തിൽ സ്ഥിരത വേണം, പ്രാർത്ഥനയിൽ സ്ഥിരത വേണം. കർത്താവിന്റെ വരവിനെ നോക്കി പാത്തിരിക്കുന്നവർ സ്ഥിരതയോടിരിക്കണം. സ്ഥിരമാനസൻ തന്നിൽ ആശ്രയിക്കൊണ്ട്. അപ്പൊ സ്ഥിരമായ മനസ്സോടെ വേണം ആരിൽ ആശ്രയിക്കാൻ? യഹോവയിൽ ആശ്രയിക്കാൻ. അങ്ങനെ ആശ്രയിച്ചാൽ ദൈവം നിന്നെ എന്ത് ചെയ്യുമെന്ന? പൂർണ്ണ സമാധാനത്തിൽ കാക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്ത് സമാധാനത്തിലാ? പൂർണ്ണ സമാധാനത്തിൽ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എനിക്ക് ദൈവം തരുന്നൊരു വലിയ വെളിപ്പാട് നിങ്ങളോട് പറയാം. വളരെ പെട്ടെന്ന് നിങ്ങൾ ചില വിഷയത്തിൽ വലിയ സമാധാനം പ്രാപിക്കാൻ പോവാ. ഓ ഹല്ലേലൂയ. ആരോടൊക്കെയോ ഞാൻ പ്രവചിച്ചു പറയുക, നിന്റെ വീടിൻ്റെ അന്തരീക്ഷം മാറുന്ന ഒരു സമാധാനത്തിൻ്റെ അനുഭവം നിന്റെ കൂടാരത്തിനകത്ത് യേശു കൊണ്ടുതരാൻ പോവുക. അത് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നമുക്ക് ആ വാക്യത്തിലേക്ക് വരാം. യശയ്യാപ്രവചനത്തിലെ ആ വാക്യത്തിലേക്ക് വന്നേ. ആ വാക്യത്തിലേക്ക് വരാൻ പോവാ. നിങ്ങൾ ശ്രദ്ധിക്കണം. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നുണ്ട്, നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, പൂർണ്ണ സമാധാനം. ഹല്ലേലൂയ. പൂർണ്ണ സമാധാനത്തിൽ ദൈവം കാക്കുവന്ന. ദൈവം കാക്കും. ആ വാക്കല്ല പറയാൻ പോന്നെ. ഒന്ന്, നിനക്ക് പൂർണ്ണ സമാധാനം ദൈവം തരും. 2, നീ ദൈവത്തിൻ്റെ സൂക്ഷിപ്പിലാണ്. ദൈവം നിന്നെ കാക്കും. ഇന്ന് നീ ഇവിടെ വണ്ടി ഓടിച്ചു വന്നത് നിന്റെ ഡ്രൈവിങ് മെച്ചമായിട്ടല്ല, ദൈവം നിന്നെ കാത്തത് കൊണ്ടാണ്. നീ ഇന്ന് നടന്നിവിടെ വന്നത് നിന്റെ കാലിന് ശക്തി ഉണ്ടായിട്ടല്ല, ദൈവം നിന്നെ കാത്തത് കൊണ്ടാണ്. എത്ര പേര് അതിന് ആമയും പറയും? ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ നിങ്ങളുടെ ജീവിതാനുഭവത്തിൽ എപ്പോഴെങ്കിലും ദൈവം നിങ്ങളെ കാക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? എനിക്കൊക്കെ 1000 വട്ടം ദൈവം ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ അങ്ങ് കാക്കുക. ചില ആൾക്കാരൊക്കെ നിങ്ങളെ തകർക്കാൻ വന്ന, പക്ഷെ അവർക്കൊന്നും നിങ്ങളോട് അടുക്കാൻ പറ്റുകയില്ല. കാരണം ദൈവം ഇട്ടിയ കാവൽ വലയം പൊട്ടിക്കാൻ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. നമുക്കിച്ചിരി കടമോ ഞെരുക്കമോ ഒരു ഏണുവേദനയോ കൈവേദനയോ നടുവേദനയൊക്കെ കാണുമായിരിക്കാം, അല്ലെ ഇച്ചിരി ഷുഗറോ കൊളസ്ട്രോളോ പ്രഷറോ ഒക്കെ കാണുമായിരിക്കാം. എന്നാൽ അതൊന്നും കാര്യമാക്കണ്ട, നമ്മൾ ദൈവത്തിൻ്റെ കാവലിലാണ്.
എത്ര പേര് അതിന് ആമീൻ പറയും? ദൈവം യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യരോട് പറഞ്ഞൊരു വാക്യത്തോടായി ചിന്ത തുടങ്ങാൻ പോകുന്നത്. പെട്ടെന്ന് സമയമൊക്കെ മുമ്പിൽ പോയിരിക്കുക, നിർത്താൻ നേരമായിട്ടുണ്ട്, എന്നാലും ഒന്ന് തുടങ്ങിയേക്കാം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം എടുത്ത് ഇന്ന് ദൂത് പറയാൻ പോവാ. 15-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ദൈവം ഒരു മനുഷ്യനോട് പറയുക, നിങ്ങൾ ശ്രദ്ധിച്ചു, ഇതാ ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, നീ പോകുന്നിടത്തൊക്കെ നിന്നെ കാത്ത്. യാക്കോബേ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നീ പോകുന്നിടത്തൊക്കെ, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത്, നിന്നെ ഞാൻ കാക്കും. ഈ രാജ്യം പറഞ്ഞാട്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ ഞാൻ കാക്കും. എത്ര പേര് ആമീൻ പറയും? എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയുക, ചില അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോകുന്ന ഒരു ആരാധനയായി, എവിടേക്കോ ചില പ്രതിബന്ധങ്ങൾ വഴിമാറുന്ന ആരാധനയാ. ദൈവം നിന്നെ കാക്കുന്നുണ്ടെന്ന് നാട്ടുകാർക്ക് മനസ്സിലായില്ലെങ്കിലും നിനക്ക് മനസ്സിലാകാൻ പോവുക. ഞാനൊരിക്കൽ ഒരു മനുഷ്യനെയും കൊണ്ട് ഒരു രാജ്യത്ത് കാറിൽ യാത്ര ചെയ്യുക. അപ്പം ഞാൻ ആ പുള്ളിക്കാരനോട് പെട്ടെന്ന് പുള്ളിയുടെ വണ്ടിയിലെ ടേപ്പ് റെക്കോർഡ് പെട്ടെന്ന് ഓണായപ്പം 91 സങ്കീർത്തനം പാട്ടായിട്ട് കിടക്കുക. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും അത് പാട്ടാക്കിയിട്ടേക്കുക. ഞാനത് കേട്ടപ്പം പുള്ളിയോട് പറഞ്ഞു, ഹോ ബ്രദറെ, ദൈവം നമ്മളെ എത്ര അത്ഭുതകരമായിട്ടാണ് കാക്കുന്നത്. പുള്ളി ഒരൊറ്റ കരച്ചിൽ. ഞാൻ ചോദിച്ചു അതെന്നാ? പുള്ളി പറഞ്ഞു, ഞാനൊരു സ്ട്രക്ചർ എഞ്ചിനീയറാ. ഞങ്ങളൊരു 18-24 നില ബിൽഡിങ് പണിതുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ 24-ാമത്തെ നിലയിൽ, സ്തോത്രം, ഞാൻ വർക്ക് നോക്കാൻ കയറിപ്പോയപ്പോൾ എനിക്ക് കുറച്ച് എതിരാളികളുണ്ട്. ടെമ്പററി ലിഫ്റ്റാണ്. ഞാൻ തിരിച്ച് ലിഫ്റ്റേ കയറിയതറിയാം, ലിഫ്റ്റ് പൊട്ടി. 23 നില സെക്കൻഡുകൾ കൊണ്ട് താഴോട്ട് വരിക. പുള്ളി പറഞ്ഞു, വേറൊന്നും, എനിക്കൊരു ഒറ്റ വിളി, എൻ്റെ യേശുവേ, അത് വിളിക്കാനുള്ള നേരെയുള്ളായിരുന്നു. പുള്ളി പറഞ്ഞു, ഒരു നിലയുള്ളപ്പം ഈ പൊട്ടിയ ലിഫ്റ്റിൻ്റെ വള്ളി ആ 1-ാമത്തെ നില കിടന്നൊരു ഹുക്കേ കയറി കുരുങ്ങി. പുള്ളി പറഞ്ഞു, ഒന്ന് ഒലഞ്ഞു, ഒരു നടു ഒന്ന് വെട്ടിയതൊഴിച്ചാൽ എനിക്കൊരു കേടും വന്നില്ല. 2 മാസം മുമ്പ് അതേ ലിഫ്റ്റിൽ 8 നിലയെന്ന് വീണവൻ തലച്ചോറ് പൊട്ടിത്തെറിച്ച് ചത്തതാ. തമ്പുരാന്റെ കാവൽ. ഒരാമയും വരുന്നില്ല. എനിക്കെന്തോ ദൈവത്തിൽ ആത്മാവ് ഒരു ബോധ്യം തരുവാ. പല നിഗൂഢ പദ്ധതിയും പലരും ഇട്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും നിനക്ക് വരാത്തതിൻ്റെ കാര്യം അറിയാവോ? നിന്റെ കാല് കുടുങ്ങാത്തതിൻ്റെ കാര്യം അറിയാവോ? എൻ്റെ ദൈവം നിന്നെ കാക്കുന്നുണ്ട്. ഓ ഹല്ലേലൂയ. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ദൂത് പറയുക, ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ കാക്കുന്നത് തിരിച്ചറിയാൻ പോവാ. നിയമക്കുരുക്കിൽ ചിലരെ കൊണ്ടുകയറ്റാൻ ശ്രമിക്കുന്നു, കോടതി കേസിൽ ചിലരെ കൊണ്ടുകയറ്റാൻ ശ്രമിക്കുന്നു. ദൈവം പറയാം, നീ കാണാൻ പോവുക, അതിനകത്ത് ദൈവത്തിന്റെ കാവൽ. നിനക്ക് വേണ്ടി വാദിക്കുവാൻ അഡ്വക്കേറ്റിന്റെ കോട്ടിട്ട് എൻ്റെ ദൈവം ഇറങ്ങാൻ പോവുക. ഈ പറഞ്ഞ പോലെ എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ. എഴുതിയിട്ട വർഷങ്ങളായി നിന്റെ സമാധാനം കെടുത്തിയ ദുഷ്ടശക്തി ഇന്നും നിന്റെ കുടുംബം വിട്ടുപോകുകയും നീ പൂർണ്ണ സമാധാനത്തിൽ ആകുകയും ചെയ്യുന്ന ദിവസം എനിക്കെന്തോ വലിയ ബോധ്യയുടെ തരികയാ. ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഗതികേട് പൊട്ടിക്കുന്ന ദൈവകൃപ. ഓ സ്തുതിക്കണേ, സ്തുതിച്ചോ. എവിടുന്നൊക്കെയോ എന്തൊക്കെയോ മാറിപ്പോകുന്ന കാഴ്ച എനിക്ക് കാണാം. ഇവിടെ എന്തോ വലിയ ദൈവകൃപ വ്യാപരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ചില മരണാസ്ത്രങ്ങൾ വഴിമാറിപ്പോകുന്നു, ചില സംഹാര ശക്തികൾ വഴിമാറിപ്പോകുന്നു. നിന്റെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞ വിപത്ത് വരത്തില്ല. കാരണം ദൈവത്തിന്റെ കാവൽ, ദൈവത്തിന്റെ യെസ്. ചിലരുടെ വരുമാന മാർഗങ്ങൾ വലിയ ഉറവ പോലെ തുറന്നു വരിക. ഓ, ഞാനൊരു വെളിപ്പാട് കാണുന്നു. ഒരു കിണർ കുഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ കിണറിനകത്ത് ഒട്ടും വെള്ളമില്ല. കുഴിച്ചവർ നിരാശപ്പെട്ടു. പക്ഷേ അല്പം മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അതിനകത്ത് നനവ് കണ്ടു തുടങ്ങി. അല്പമണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഉറവ വെളിയിലേക്ക് ചീറ്റാൻ തുടങ്ങി. എനിക്ക് ദൈവം ബോധ്യം തരുന്നു, നിന്റെ സമാധാനം കെടുത്തിയ ഏതൊരു മേഖലയിലും ഒരു ഉറവ.
ചിലരുടെ കുരുങ്ങിക്കിടക്കുന്ന പാസ്പോർട്ട് ഇന്ന് വിടുതലാകുക. കുരുങ്ങിക്കിടക്കുന്ന യാത്ര യേശു. ഞാൻ പെട്ടെന്ന് വാ. നിങ്ങൾ ശ്രദ്ധിച്ചേ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. ഞാൻ ദൂതിലോട്ട് വരിക. നിങ്ങൾ ശ്രദ്ധിക്കുക. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് പൂർണ്ണ സമാധാനത്തിൽ ജീവിക്കാൻ? അങ്ങനെ പറയുന്നവരൊന്ന് കൈ ഉയർത്തി പിടിച്ചേ. എനിക്ക് ആഗ്രഹമുണ്ട് പൂർണ്ണ സമാധാനത്തില്. ആത്മാവ് പറയുക, നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ സാത്താൻ ഉരുട്ടി വെച്ച കല്ലറവാതിക്കെന്ന് ദൂതൻ ഉരുട്ടി മാറ്റിയ പോലെ നിന്റെ അകത്തുനിന്ന കല്ലിനെ ഉരുട്ടി മാറ്റി. യാക്കോബിനോട് കർത്താവ് പറയുക, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. യാക്കോബേ, നിന്റെ കൂടെ ഞാനുണ്ട്. നീ പോകുന്നിടത്തൊക്കെ നിന്നെ കാത്ത്. കൈ കൊടുത്ത് നിന്റെ കൂടെ ഞാനുണ്ടെന്ന് പറ. നിന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് പറ. ചിരിച്ചോണ്ട് പറ, നിന്റെ കൂടെ ദൈവം ഉണ്ട്. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തരിക. ആരും പോകാത്ത സ്ഥലത്തൂടെ നീ പോകാൻ പോവാ. നിന്നെ ചിലര് തകർക്കുമെന്ന് പറയുന്നുണ്ട്. നിനക്കെതിരെ യാക്കോബേ, നിനക്കെതിരെ ചിലർ എഴുന്നേറ്റിട്ടുണ്ട്. നീ പേടിക്കരുത്. അവർക്ക് നിന്നെ തൊടാൻ പറ്റത്തില്ല. കാരണം നിന്നോട് ദൈവം സംസാരിക്കുക. യാക്കോബേ, ഞാൻ നിന്റെ കൂടെ ഇരുന്ന് വായിച്ചേ. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെ നിന്നെ കാത്ത്. ഉറപ്പ് തരിക, നീ ചെല്ലുന്നിടത്തൊക്കെ നിന്നെ കാത്ത്. നീ എവിടെ പോയാലും ഞാൻ നിന്നെ കാക്കും. ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി കൊണ്ടുവരും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് ഞാൻ നിവർത്തിക്കും. നീ കണ്ട സ്വപ്നം നിവർത്തിക്കാൻ പോവുക. നീ കേട്ട ദൂത് നിവർത്തിക്കാൻ പോവുക. ദൈവം നിന്നെ കാക്കുക മാത്രമല്ല, ചിലത് നിവർത്തിക്കും. ചില ദൈവശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പം നമ്മൾ തോന്നിപ്പോ ഇതുപോലെ നടക്കുമോ? ടെൻഷൻ ആകണ്ട, നടക്കും. പറഞ്ഞ ദൈവമാണെങ്കിൽ അത് നടത്തി തരും. ദൈവം അത് നടത്തി തരും. യെശയ്യാവിൽ വേറൊരു വാക്യമുണ്ട്, വെറുതെ കാക്കുമെന്നല്ല, ഞാൻ നിന്നെ കൈക്ക് പിടിച്ചു കാക്കുമെന്ന. സ്തോത്രം. യെശയ്യാ പ്രവചന പുസ്തകം 42-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിച്ചു. സ്തോത്രം. 42-ാം അധ്യായം 7-ാം വാക്യം. യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ചു നിന്നെ കാക്കും. ഞാൻ നിന്നെ കൈ പിടിച്ചു കാക്കും. നിന്നെ ജനത്തിന്റെ നിയമവും. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് വെച്ചാൽ ഇതുപോലെ നിന്നെ പിടിച്ചു കാക്കുമെന്ന് പറഞ്ഞു. കൈക്ക് പിടിച്ച് കാക്കും ദൈവം നിന്നെ. നിങ്ങൾക്കൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് ഇടയ്ക്കൊക്കെ തമ്പുരാൻ നമ്മുടെ കൈക്കൊക്കെ പിടിക്കുന്നു. അപ്പോൾ ഒരിക്കൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യം വന്നൊന്ന് പിടിച്ചു. 1 മാസം എനിക്ക് ആ ഫീൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് കർത്താവിൻ്റെ ദൂത് പറയുക. ഇതൊക്കെ വലിയ ആത്മീക അനുഭവങ്ങളാ. സ്തോത്രം. അവൻ നിന്നെ കൈ പിടിച്ചെന്ത് ചെയ്യും? കാക്കും. സ്തോത്രം. സദൃശവാക്യം കൂടെ എടുത്തേ, 3-ാം അധ്യായം എടുത്തേ. പറയാൻ ആഗ്രഹിച്ച ദൂതിലോട്ട് വരാൻ പോകുന്നേ ഉള്ളൂ. ഇന്ന് ഒത്താ പറയും, അല്ലെ അടുത്ത ആഴ്ച പറയും. 3-ാം അധ്യായം 26-ാം വാക്യം. യഹോവ നിന്റെ ആശ്രയമായിരിക്കും. അവൻ നിന്റെ കാൽ കുടുങ്ങാതെ വണ്ണം കാക്കും. തമ്പുരാനെ കൈക്ക് പിടിക്കും. നിന്റെ കാല് കുടുങ്ങാതെ വണ്ണം കാക്കും. എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് ഒരു ബോധ്യം തരിക. ഈ ദൂത് പറഞ്ഞ് ഞാൻ നിർത്തും. എങ്ങനാ കാക്കുന്നേ, എപ്പോഴാ കാക്കുന്നേ, ഏതുവഴിയാ കാക്കുന്നേന്നൊക്കെ പറയാനാ വന്നേ. നിന്റെ കാൽ കുടുങ്ങാതെ വണ്ണം. ആരൊക്കെയോ നിന്നെ കൊടുക്കാൻ വല വിരിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം പറയുക, കുടുങ്ങത്തില്ല. കൈക്ക് പിടിച്ച് ഞാൻ കാക്കും. ഒരാമയും വരുന്നില്ല. പക്ഷി കാണുക വല വിരിക്കുന്നത് വ്യർത്ഥം. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയാം, നിന്റെ കുടുക്ക് ഇട്ടിരിക്കുക. പക്ഷെ ഇന്ന് ആ കുടുക്ക് പൊട്ടും. മാൻ നായാട്ടുകാരന്റെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും എന്ന പോലെ നീ നിന്നെ തന്നെ വിടുവിക്ക. ചിലരെ കുടുക്കിയിട്ടില്ല, പക്ഷെ കൊടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ദൈവം പറയാം, കൊടുക്കത്തില്ല. ഞാൻ നിന്നെ കാക്കും. നിന്നെ ആര് കെട്ടാൻ ശ്രമിക്കാലും ശ്രമിക്കുന്നവൻ കെട്ടപ്പെടും. നിനക്ക് കെട്ടു വീഴുകയില്ല. അതിൻ്റെ കാരണം എന്താ? ജീസസ്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക, ആര് നിന്നെ കെട്ടാൻ നോക്കിയാലും നീ കെട്ടപ്പെടത്തില്ല. കെട്ടാൻ വരുന്നവൻ കെട്ടപ്പെടും. ഞങ്ങളുടെ നാട്ടിലൊരിക്കൽ വലിയൊരു മാജിക് ഷോ നടന്നു. മജീഷ്യൻ ഒരു കറുത്ത കയറ് കൊണ്ടുവന്ന് പറഞ്ഞ്, എൻ്റെ കയ്യെ നിങ്ങൾ കെട്ടിക്കോ, നിങ്ങളുടെ സഹായം ഇല്ലാതെ ഞാൻ ആ കെട്ടടിച്ചു തരാം. ഞങ്ങളുടെ നാട്ടിൽ ആരെയും കെട്ടുന്നൊരു പുള്ളി രംഗത്ത് വന്നു. മജീഷ്യൻ ഇങ്ങനെ കൈ നീട്ടി പിടിച്ചു കൊടുത്തു. അയാൾ കെട്ടി. ഇയാൾ എതിരെ കെട്ടുന്നു, അത് തിരിഞ്ഞഴിയുക. ചുരുക്കി പറഞ്ഞ 5-8 പ്രാവശ്യം കെട്ടിയപ്പോൾ തിരിച്ച് കയറ് കെട്ടിയവൻ്റെ കയ്യെ കുരുങ്ങി. പുള്ളി കൈയെടുക്കാൻ നിൽക്കുക. മജീഷ്യൻ പറയാം, ഞാൻ പറഞ്ഞാലേ നീ കൈയെടുക്കും.